കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും എങ്ങനെയാണ് കർത്താവ് തള്ളപ്പെടുന്നത്, റിജക്റ്റ് ചെയ്യപ്പെടുന്നത്, മതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന്, പശ്ചാത്തലങ്ങളിൽ നിന്ന്, മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളിൽ നിന്ന് യേശു കർത്താവ് എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും യാഥാർത്ഥ്യമാണ്. മനുഷ്യനിർമ്മിതമായ എല്ലാ സ്ട്രക്ചറുകളിൽ നിന്നും കർത്താവ് എപ്പോഴും പുറത്താണ്. ലാവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ എന്നാണ്. അപ്പോൾ അവിടെ വാതിക്കൽ നിന്ന് മുട്ടുന്നു പലപ്പോഴും നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത് ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടുന്നു എന്നാണ്. എന്നാൽ ഒരിക്കലും അത് ഹൃദയത്തിൻ്റെ വാതിലല്ല, അത് സഭയുടെ വാതിലാണ്. ലാവോദിക്യ സഭയുടെ വാതിലിന് വെളിയിലാണ് കർത്താവ്. അകത്ത് നിന്ന് ആരെങ്കിലും വാതിക്കൽ നിന്ന് മുട്ടുമോ? ഇല്ല, വെളി നിൽക്കുന്നവരാണ് മുട്ടുന്നത്. സഭയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ക്രിസ്തു ഇല്ല. അതാണ് മാനുഷിക വ്യവസ്ഥകളാൽ സൃഷ്ടിക്കപ്പെടുന്ന സഭ. അന്ത്യകാലത്ത് എല്ലാം മാനുഷിക വ്യവസ്ഥകളാണ്. നിങ്ങൾ നോക്കി, എന്തുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ സഭകളിൽ തള്ളപ്പെട്ടു പോയത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാനുഷികമായ വ്യവസ്ഥകൾ. പാട്ട് പാടുന്നവർ അവരുടെ കഴിവ് ഉപയോഗിക്കുന്നു, പ്രസംഗിക്കുന്നവർ അവരുടെ പഠനം ഉപയോഗിക്കുന്നു, അവരുടെ റിസർച്ച് ഉപയോഗിക്കുന്നു, അവരുടെ ഒറേറ്ററി സ്കിൽസ് ഉപയോഗിക്കുന്നു. എവിടെയാണ് കൃപാവരം? എവിടെയാണ് ദൈവത്തിൻ്റെ താലന്തുകൾ? എവിടെയാണ് കർത്താവ് ഏൽപ്പിച്ച കൃപകൾ, താലന്തുകൾ? കർത്താവ് ഏൽപ്പിച്ചതല്ല, മനുഷ്യനിർമ്മിതമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ശ്രമിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ മഹത്വം ദൈവത്തിനല്ല, അതിൻ്റെ യഥാർത്ഥ മഹത്വം ആരുടേതാണോ അത് അവർക്കാണ്. ഇപ്പം ഞാൻ പൈസ ചിലവാക്കിയാൽ എനിക്കാണ് മഹത്വം, ഞാൻ ദൈവത്തിന് കൊടുത്താൽ എനിക്കാണ് മഹത്വം, ഞാൻ എന്തെങ്കിലും നല്ലപോലെ പാടിയാൽ എനിക്കാണ് മഹത്വം. ദൈവം തന്നു എന്ന് നമ്മൾ പറയുമെങ്കിലും അങ്ങനെയുള്ള അനേകം ആൾക്കാർ വെളിയിലുമുണ്ട്, അവിശ്വാസികളുമുണ്ട്. അതെല്ലാം എൻ്റെ ഒരു ക്രെഡിറ്റായിട്ടാണ് അത് അവസാനം വരുന്നത്. പക്ഷേ പ്യുവർലി കൃപയാണെങ്കിലോ, പ്യുവർലി ദൈവം തന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണെങ്കിലോ, അങ്ങനെയാണല്ലോ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വചനം സംസാരിക്കാൻ വിക്കനായ മോശ, ദൈവം മോശയിലൂടെ സംസാരിക്കുന്നു, സൂപ്പർ നാച്ചുറൽ. അതുപോലെ എവിടെയും ദൈവം തിരഞ്ഞെടുക്കുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പവർ, അധികാരം സൂപ്പർ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നിടത്താണ് ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴും കാണുന്നത്. കാരണം ലുക്ക് അറ്റ് ദിസ് മാൻ, നത്തിങ് ഈസ് ദെയർ ബട്ട് ക്രൈസ്റ്റ് ഈസ് ദെയർ, ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ്. അപ്പോൾ ക്രിസ്തുവിനാണ് മഹത്വം. ആ ഒരു രീതിയിലാണ് കർത്താവ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇന്ന് മനുഷ്യനിർമ്മിതമായൊരു വ്യവസ്ഥ, ഒരു പ്രസ്ഥാന രൂപം, ഒരു എന്താ പറയുന്നത്, മാനുഷികമായ കാൽക്കുലേഷൻസ്, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ജീവനെ വർക്ക് ചെയ്യാതാക്കിയ ഒരവസ്ഥയിൽ നിന്ന് സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരത് ഗ്രഹിക്കുന്നില്ല. അവർ ബുദ്ധിയിൽ പണിയുന്നതെല്ലാം നല്ലതെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ അതെല്ലാം ദൈവത്തിനോട് മത്സരിക്കുന്ന ബാബേൽ ഗോപുരങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് കർത്താവിൻ്റെ ഈ അന്ത്യകാല ടീച്ചിങ്സ്, അതായത് യേശുക്രിസ്തു ഈ ടീച്ചിങ്സിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ റിജക്ഷനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് കൂടുതൽ സംസാരിക്കുന്നത്. കാരണം സഭയുടെ സ്ഥാപനം തന്നെ ലോകത്തോടുള്ള റിജക്ഷൻ്റെ ഒരു റിസൾട്ടാണ്. ലോകം തള്ളിക്കളയുന്ന ഒരു ഗ്രൂപ്പാണ് സഭ എന്ന് പറയുന്നത്. അത് ഇത്രയും നാൾ നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം ഈ ലോകത്തിൻ്റെ മൊറാലിറ്റിയുമായിട്ട് നമ്മളൊരു സഖ്യത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ലോകത്തിൻ്റെ മൊറാലിറ്റി ക്രിസ്തീയ മൊറാലിറ്റിയുടെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സോ പതുക്കെ നമ്മൾ ഈ ലോകത്തിൻ്റെ തന്നെ ശത്രുക്കളായി, ലോകത്തിൽ തന്നെ വേണ്ടാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് ഈ റിജക്ഷനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് 21-ാം അധ്യായത്തിൻ്റെ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 33 വാക്യങ്ങൾ പറയുന്നു, എത്രമാത്രം അടുത്ത് ദൈവത്തിൻ്റെ ആ സോൾ, അല്ലെ ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ ഹൃദയം, അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. ദൈവത്തിൻ്റെ ഹൃദയം എത്രമാത്രം നമ്മുടെ അടുത്ത് വരുന്നോ അത്രയും വയലൻ്റായിട്ടാണ് നമ്മൾ ദൈവത്തെ എതിർക്കുന്നത് എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ, 33-ാം വാക്യം, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി.
ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരെടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ചു, ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പത്തെ അധികം ദാസന്മാരെ അയച്ചു, അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ദൈവം സ്ഥാപിച്ച ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം, ആ കൂട്ടത്തിലേക്ക് ദൈവം പ്രവാചകന്മാരെ വിടുന്നു. അപ്പോൾ പ്രവാചകന്മാരെ വിട്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇവിടെ പരിപാടി നടക്കുകയില്ല, അവനെ പുറത്താക്കി കളയാം എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ബിസിനസ് നടക്കണമെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വരുന്നവർ പറ്റില്ല. പണ്ടൊരു സംഘടനക്കാരിങ്ങനെ കൂടി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനിടയിൽ പെട്ടുപോയി. ഞാൻ ആ സംഘടനയുടെ ഭാഗമായിട്ട് പെട്ടതല്ല, അങ്ങനെ പെട്ടുപോയി. അപ്പോൾ അവർ പറയുകയാണ്, അയ്യോ ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസാണ്, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല, ഫണ്ട് റേസിങ്ങിന് വേണ്ടിയുള്ള പരിപാടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, വിശ്വസിച്ചാൽ പോരെ, നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ദൈവത്തിൻ്റെ പണിയാണെങ്കിൽ ദൈവം ചെയ്തോളുമല്ലോ, വിശ്വസിച്ചാൽ പോരെ. കാരണം ആ മീറ്റിങ്ങിൻ്റെ പേര് ബിസിനസ് മീറ്റിംഗ് എന്നാണ്, മീറ്റിങ്ങിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇത്ര ഭാരപ്പെടുന്നത്? ദൈവം നടത്തുന്നത് പോരെ, ദൈവം തരുന്നത് മതിയല്ലോ, ദൈവം ആവശ്യമുള്ളത് തരുമല്ലോ, ദൈവത്തിൻ്റെ പണിയല്ലേ എന്ന് പറഞ്ഞപ്പം അവരൊരൊറ്റ ചിരി. ഇവൻ എവിടെ നിന്ന് വന്നു ഇതിനിടയിൽ ക്രിസ്തുവായിട്ട്? കാരണം ബിസിനസ് മീറ്റിങ്ങിനിടയിൽ ക്രിസ്തുവിന് എന്താ കാര്യം? പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം ചോദിക്കുന്ന പോലെ ബിസിനസ് സംസാരിക്കുന്നിടത്ത് ക്രിസ്തുവിനെ കയറ്റാൻ പറ്റും? ഞാനാണോ അയാളാണോ വലുതെന്നുള്ള മത്സരം നടക്കുന്നിടത്ത് യേശുക്രിസ്തുവിന് എന്ത് കാര്യം? അപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ മിക്കവാറും മതപരമായ ചടങ്ങുകളിൽ നിന്ന് ഫീൽഡിൽ നിന്ന് ഔട്ടാണ്. അപ്പോൾ എത്ര അടുത്ത് വരുന്നു അവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക. അതായത് ക്രിസ്തുവിൻ്റെ പ്രവാചകന്മാരെ ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ ക്രിസ്തുവിനെ. കാരണം ആ ഒരു ലൈഫ് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, നമ്മുടെ ജഡം ആ ലൈഫുമായിട്ട് എഗ്രി ചെയ്യുന്നില്ല. ഇന്ന് പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഭരിച്ചില്ലെങ്കിൽ ഭരണം നടക്കില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ, ഞാൻ ഭരിച്ചാൽ ഇത് ശരിയാവൂ, എൻ്റെ ബുദ്ധി നിങ്ങൾ നോക്ക്, എൻ്റെ കഴിവ് നിങ്ങൾ നോക്ക്, മറ്റേയാളെ എന്തിനു കൊള്ളാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എനിക്ക് വോട്ട് ചെയ്യേ, ഇതാണ് പറയുന്നത്, ഇതാണ് സംസാരം. ഇപ്പോൾ ഇത് ചുറ്റും നടക്കുമ്പോൾ ക്രിസ്തുവിനെ അവിടെ കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റത്തില്ല. സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, സ്പോൺസർമാർ റേസ് ചെയ്യുന്നത്, ഒന്നും ക്രിസ്തുവിന് പ്രവേശനമില്ല. അപ്പോൾ പ്രവാചകന്മാർ വന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി ഒരു മതം സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് ഈ പ്രവാചകന്മാർ അവർക്ക് ശല്യമാണ്. അതുകൊണ്ട് അവർ ചിലരെ കൊന്നു, ചിലരെ തല്ലി, ചിലരെ ഓടിച്ചു. എനിക്ക് നല്ല ഉറപ്പാണ് കത്തോലിക്ക സഭ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പെന്തക്കോസ്തുകാർക്ക് അത്ര അധികാരമില്ല അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്തേനെ. എല്ലാവരും എല്ലാ പ്രസ്ഥാനങ്ങളിലും ആ ഒരു ആൻറ്റി ക്രിസ്ത്യൻ ഇമോഷൻസ് ഉണ്ട്, അണ്ടർലൈങ്. ഇവിടെ അവസാനം എന്ത് ചെയ്തു? കർത്താവ് വിചാരിച്ചു, ഓക്കെ ഇവരെ എല്ലാം അവർ ഓടിച്ചു കൊന്നു, ഇനി ഞാൻ എൻ്റെ പുത്രനെ അയക്കാം. ഒരു പക്ഷേ എൻ്റെ മകനായതുകൊണ്ട് അവർ കുറച്ചും കൂടി ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടാവും എന്ന് ഇയാൾ കരുതിയിട്ട് സ്വന്തം മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടപ്പോൾ കുടിയാന്മാർ പറഞ്ഞു, ഇവൻ ഒരു മകനേ ഉള്ളൂ, അവനെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ സ്വന്തമായി. അങ്ങനെ അവർ ആലോചിച്ചിട്ട് ഈ മകനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നു കളഞ്ഞു. അപ്പം ഈ തോട്ടം അവർക്ക് കിട്ടുമോ? ഈ തോട്ടം അവർക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം യജമാനൻ വന്ന് ഇവരെ ഓടിച്ചിട്ട് വേറെ ആളുകളെ അത് ഏൽപ്പിക്കും. അപ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, അത് കർത്താവിനാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന തിരുവെഴുത്തുകൾ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. തള്ളിക്കളഞ്ഞ, ഇപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ പ്രവചനം ഈ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു കർത്താവ് ഇവിടെ പറയുന്നത് ദൈവഗ്രഹം പണിയപ്പെടുമ്പോൾ തള്ളിക്കളയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യന്മാരും അല്ലാത്തവർ. അങ്ങനെ സാധാരണ ജനങ്ങൾ, വേശ്യകളെന്നും ചുങ്കക്കാരെന്നും പാപികളെന്നും വിളിച്ച് ഇവർ ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന സാധാരണ ജനങ്ങളുണ്ട്. അവരാണ് തള്ളിക്കളഞ്ഞ കല്ല് എന്ന് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അപ്പോൾ കർത്താവ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് അനേകം ആളുകൾ കടന്നു വരുമ്പോൾ അവരാരും ഈ തള്ളിക്കളയപ്പെടാത്ത കല്ലുകളല്ല എന്ന് പറഞ്ഞാൽ എല്ലാം എറിഞ്ഞു കളഞ്ഞ, വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞ കല്ലാണ്. ഫിറ്റല്ല എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞ കല്ലാണ്. ഇന്ന് സഭയിൽ അനേകം ആൾക്കാർ ഫിറ്റല്ല, പ്രയോജനമില്ല, എറിഞ്ഞു കളയപ്പെടുന്നുണ്ട്. അവരെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. എറിഞ്ഞു കളയപ്പെടുന്ന കല്ല് എന്തായി മാറുന്നു? മൂലക്കല്ലായിട്ട് മാറുന്നു. എറിഞ്ഞു കളയപ്പെടുന്ന കല്ല് മൂലക്കല്ലായിട്ട് മാറുന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ ഗ്രേസിൻ്റെ ഡിസ്പെൻസറി, അത് ഗ്രേസ് പകരുന്ന ആ പണി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ, അതായത് ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ പ്രസിദ്ധമാക്കാനുള്ള പണി ഈ ചുങ്കക്കാരും പാപികളും വേശ്യകളും മറ്റ് ജാതികളും മാനസാന്തരപ്പെട്ട് വരുമ്പോൾ അവരെ ഏൽപ്പിക്കും. ഇനി മേലിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് നിങ്ങളായിരിക്കില്ല,
നിങ്ങൾ പ്രവാചകന്മാരെ കല്ലെറിയുന്നൊരു വർഗ്ഗമാണ്, നിങ്ങളായിരിക്കില്ല. ഇനി ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നത്, ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ഇസ്രായേൽ മക്കളല്ല, ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ഈ പുതിയ ജനക്കൂട്ടമാണ്, വീണ്ടും ജനിച്ചവരുടെ കൂട്ടം. ഓക്കെ, അപ്പോൾ അതാണ് കർത്താവോട് പറയുന്നത്. ഇസ്രായേൽ മക്കൾ എന്നും റിബല്യസ് ആയിരുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾക്ക് അതേ സ്വഭാവമുള്ള വേറൊരു ഗ്രൂപ്പേ ലോകത്തിലുള്ളത് മലയാളികളാണ്. ഈ മലയാളികൾക്കും ഇസ്രായേൽ മക്കൾക്കും ചില കോമൺ ട്രേറ്റ്സ് ഉണ്ട്. മലയാളികൾക്ക് ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ള ഒരു നോമ്പുണ്ട്, 3 നോമ്പെന്ന് പറയും. അത് യോന കടലാമയുടെ വയറ്റിലിരുന്നതിന് ഈക്വലാണ്. ലോകത്ത് വേറെ ആരും അത് ആഘോഷിക്കുന്നില്ല, ഇതിവിടെ മാത്രമേ ഉള്ളൂ. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് ഓർത്തഡോക്സുകാർ ഇങ്ങനെയുള്ള പഴയ പരമ്പരാഗത ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യമാണ്. ഇസ്രായേൽ മക്കളെ പോലെ തന്നെ ജാത്യാഭിമാനം, ഓക്കെ, ദൈവത്തോടുള്ള മത്സരം, ഇതെല്ലാം മലയാളിക്കുമുണ്ട്. മറ്റ് ജാതികൾ ഇഷ്ടമില്ല. ആന്ധ്രക്കാരൻ, തമിഴൻ, കന്നഡക്കാരൻ, ഹിന്ദിക്കാരൻ ഇഷ്ടമില്ല. ഇത് ഇസ്രായേൽ മക്കൾ അങ്ങനെ തന്നെയാണ്. മറ്റാരെയും ബഹുമാനിക്കില്ല. മലയാളി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്, ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണെന്ന് ചിന്തിക്കുക. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ദേ ഓൾസോ തോട്ട്. അപ്പോൾ ഇവിടുത്തെ സഭകൾ നോക്കിയാൽ അറിയാൻ പറ്റും ആ പരീശത്വം എങ്ങനെ വളർന്നു വരുന്നത്. ആ സെൽഫ് റൈച്ചസ്നെസ്, സ്വയം നീതി, ദൈവത്തിൻ്റെതല്ലാത്ത കുറേ നീതി പ്രിൻസിപ്പിൾസ്. നിങ്ങൾ കേരളത്തിന് എവിടെയെങ്കിലും വെളിയിൽ ഇങ്ങനെയുള്ള നീതി പ്രിൻസിപ്പിൾസ് ഇല്ല. മീശ വയ്ക്കുന്നതും ആഭരണം ധരിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും നീതി പ്രിൻസിപ്പിൾസ് ഒന്നും കേരളത്തിന് വെളിയിലില്ല. അവർക്ക് അങ്ങനെ ഒരു നീതിയൊന്നുമില്ല. നമ്മൾ പരീക്ഷന്മാർ, നമുക്ക് മാത്രമേ ഉള്ളൂ ഇത്. വി ആർ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പീപ്പിൾ, ജസ്റ്റ് ലൈക്ക് ദി ഇസ്രായേലൈറ്റ്സ്. അതുകൊണ്ടായിരിക്കണം മലയാളികൾക്ക് ഇസ്രായേൽ മക്കളോട് ഭയങ്കര സ്നേഹമാണ്. ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഇനി എന്താവുന്ന ആർക്കറിയാം. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, ക്രിസ്തുവിനെ വേണ്ട എന്നുള്ള കാര്യത്തിലും രണ്ടുപേരും ഇപ്പോൾ ഏതാണ്ട് ഒരുപോലെ വരുന്നുണ്ട്. പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ വേണ്ട, ക്രിസ്തുവിനെ വേണ്ട. ക്രിസ്തു ഈസ് ബിക്കമിങ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. നമ്മുടെ മുമ്പോട്ടുള്ള ആത്മീക ജീവിതത്തിന് പോലും ക്രിസ്തു തടസ്സമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ പലപ്പോഴും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവരുടെ ആത്മീയത അങ്ങ് പോവുക, പ്രാർത്ഥിക്കാനൊന്നും ഇല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഇങ്ങ് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ കേൾക്കുന്നവർക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല. അവരുടെ ബലം ചോർന്നു പോവുക. സ്പിരിച്വലി ദേ ആർ ഗെറ്റിംഗ് ഡ്രെയിൻഡ് ബിക്കോസ് ദേ വർ ഫിൽഡ് വിത്ത് അനദർ സ്പിരിറ്റ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റിജോയ്സിങ് വരുന്നില്ല, കാരണം ദേ ആർ ഓൾറെഡി ഫിൽഡ് വിത്ത് അനദർ സ്പിരിറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു ഫിലോസഫി മലയാളികൾക്ക് അത് ഭയങ്കര കൂടുതലാണ്. അത് ഇസ്രായേൽ മക്കൾക്ക് അതുപോലെ തന്നെയായിരുന്നു. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പറയുന്ന മലയാളികൾ, സ്വന്തം നീതിയുമായിട്ട് നിൽക്കുന്ന മലയാളികളിൽ വലിയൊരു പങ്കും ഇല്ലാതായിരിക്കുന്ന, അവിടെ ചെല്ലാതായിരിക്കുന്നതൊക്കെ നമ്മൾ കാണും. കാരണം ട്രൂലി ജെനുവിൻലി ഇതിൻ്റെ കസ്റ്റഡി ഏൽപ്പിക്കുന്നത് സ്വന്തം നീതി കാണിക്കാൻ പറ്റുന്ന ആൾക്കാരെ അല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരെയാണ്. അതാണ് കർത്താവോട് പറയുന്നത്. ദെർ ഇസ് എ ഷിഫ്റ്റ് ദെയർ. ഇറ്റ് ഈസ് നോ മോർ മാൻസ് റൈച്ചസ്നെസ്, ബട്ട് ഇറ്റ് ഈസ് ഗോഡ്സ് റൈച്ചസ്നെസ് വിച്ച് ഹാസ് ടു ബി ഡിക്ലെയർഡ് ആൻഡ് പ്രൊക്ലൈംഡ്. അപ്പോൾ മഹാപുരോഹിതന്മാർക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായി, ഇത് ഞങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, കോഴി കട്ടവൻ്റെ തലയിൽ പപ്പുണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ, ആരോ കോഴിയെ രാത്രി മോഷിച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തലയിൽ പപ്പുണ്ടോ എന്ന് തപ്പി നോക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ദൈവത്തിനെതിരെ മത്സരിക്കുന്ന കുടിയാന്മാരുടെ കഥ പറഞ്ഞപ്പം പെട്ടെന്ന് യഹൂദന്മാർക്ക് മനസ്സിലായി, പരീശന്മാർക്ക് മനസ്സിലായി, ഇത് ഞങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, ഞങ്ങളാണ് ഈ പണി ചെയ്യുന്നത്, പ്രവാചകന്മാരെ കൊല്ലുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവർ തീരുമാനിച്ചെന്താണെന്നറിയോ? അയ്യോ, ഞങ്ങൾ ഈ പ്രവാചകന്മാരെല്ലാം കൊല്ലുന്നതല്ലേ, ഞങ്ങൾ അവരൊന്നും അനുസരിക്കാത്ത ഒരു ദുഷ്ടരാണല്ലോ ഇവൻ പറയുന്നത്, ഞങ്ങൾ അങ്ങനല്ല എന്ന് തെളിയിക്കണം എന്നല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത്, ആഹാ ഞങ്ങൾ കൊല്ലുന്നവരാ ഇവൻ പറഞ്ഞോ, എന്നാൽ ഇവനെ കൊന്നേക്കാം എന്ന് തീരുമാനിക്കും. അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഈ മീറ്റിംഗ് ഈവിൽ വിത്ത് ഈവിൽ അല്ല, ആഡിങ് ഈവിൽ ടു ഈവിൽ, മീറ്റിംഗ് ഈവിൽ അല്ല, ആഡിങ് ഈവിൽ ടു ഈവിൽ. ദുഷ്ടതയോട് ദുഷ്ടത കൂട്ടാനേ അവർക്ക് പറ്റുന്നുള്ളൂ, കുറയ്ക്കാൻ പറ്റുന്നില്ല, തിരിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ സ്ലേവ്സ് ഓഫ് ദെയർ ഓൺ റൈച്ചസ്നെസ്. സ്വന്തം നീതിയുടെ അടിമകളായിട്ട് അവർ മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അതവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ബ്രോക്കൺനെസ്സും മറ്റൊന്ന് ഡസ്റ്റായി മാറുന്നതുമാണ്, നശിച്ചു പോകുന്നതാണ്. കർത്താവെന്ന കല്ലിലേക്ക് നമ്മൾ പോയി വീണാൽ വി വിൽ ബി ബ്രോക്കൺ, അവർ റൈച്ചസ്നെസ് വിൽ ബി ബ്രോക്കൺ. നമുക്ക് കർത്താവെ നീ മാത്രമേ ഉള്ളൂ എന്ന് ഉള്ളൊരു തകർച്ചയിലേക്ക് തകരും. നമ്മൾ ആന്തരികമായി തകരണം. നമ്മൾ ആന്തരികമായിട്ട് ഇങ്ങനെ, കർത്താവെ ഞാൻ ഉണ്ടാക്കി വെച്ച ബാബേൽ ഗോപുരങ്ങളെല്ലാം നിൻ്റെ മുൻപിൽ ഒന്നുമല്ല, ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാനുഷിക പ്രമാണങ്ങൾ ഒന്നും നിൻ്റെ മുമ്പിൽ യാതൊരു വാല്യൂ ഉള്ളതല്ല. അതെപ്പോഴാണ് മനസ്സിലാകുന്നത്? ഈ കല്ലിലേക്ക് നമ്മൾ വീഴുമ്പോഴാണ്. വി ആർ ബ്രോക്കൺ ബൈ ദാറ്റ് സ്റ്റോൺ, ബൈ ദാറ്റ് റോക്ക്. എന്നാൽ ഈ കല്ലാരുടെയെങ്കിലും മേലെ വീണാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് അത് നമ്മുടെ മേൽ ഭാരമായാൽ നമ്മൾ പൊടിഞ്ഞു പോകും എന്നാണ്. അതായത് ദർ ഈസ് എ ജഡ്ജ്മെൻറ്റ് ഫോർ ദോസ് പീപ്പിൾ ഹു ഡു നോട്ട് ഫാൾ ഓൺ ടു ദാറ്റ് സ്റ്റോൺ. തകർക്കപ്പെടാൻ തക്ക രീതിയിൽ ആ കല്ലിലേക്ക് വീഴാത്തവരെ
തിരിഞ്ഞ് പൊടിയാക്കപ്പെടും, നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അതാണ് ഇടർച്ചക്കല്ല്. ഈ ഇടർച്ചക്കല്ല് നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മാനുഷികമായ വ്യവസ്ഥകളിലൂടെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താനോ ദൈവത്തെ അറിയുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ സാധിക്കില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന ആൾക്കാർ അവർ നീതിമാന്മാരെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടെങ്കിലും അവർ നീതിമാന്മാരായി ദൈവം അവരെ പരിഗണിക്കുന്നില്ല. അടുത്തത് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ഉപമ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. കർത്താവ് പല ആൾക്കാരെ ഒരു സുവിശേഷം പറയുന്നു, പല ആൾക്കാരെ ദൈവരാജ്യത്തിലൊരു വലിയ വിരുന്നൊരുക്കിയിട്ട് കർത്താവ് അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിടും, ദാസന്മാരെ അയക്കുന്നു. അപ്പോൾ എല്ലാവരും ഓരോരോ എക്സ്ക്യൂസ് പറയുകയാണ്. എല്ലാം നിസ്സാരമായ എക്സ്ക്യൂസായിട്ട് നമുക്ക് തോന്നാം. എല്ലാം കല്യാണം ഒരുക്കി കഴിഞ്ഞിട്ട് ഒരുത്തൻ പറഞ്ഞു എനിക്ക് നിലത്തേക്ക് പോകണം, നിലത്ത് പണിയുണ്ട്. മറ്റൊരാൾ പറഞ്ഞു വ്യാപാരമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പല ആൾക്കാർ അവരവരുടെ വഴിക്ക് പോയി. ഇപ്പോൾ രാജാവിന് ഭയങ്കരമായ ദേഷ്യം വന്നു. കാരണം രാജാവിൻ്റെ വിരുന്നാന്ന് ആലോചിക്കണം. രാജാവ് ഒരു വിരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇവിടെ ഒരു രാജാവ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വിരുന്ന് കൊടുത്തിട്ട് 4 പേരെ വിളിച്ചു. അപ്പോൾ ഒരുത്തൻ അത് മൈൻഡ് ചെയ്തില്ല, അവഗണിച്ച് കളഞ്ഞു. പ്രധാനമന്ത്രി ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയതുകൊണ്ട് അവഗണിച്ച് കളഞ്ഞോർത്തുകൊണ്ട് നമ്മൾ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ രാജാവ് അത് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പം രാജാധികാരത്തോടെയാണ് വരാൻ ക്ഷണിക്കുന്നത്. അത് വലിയൊരു പ്രിവിലേജാണ് രാജാവിൻ്റെ കൂടെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവർ തള്ളിക്കളഞ്ഞ് നിലത്തിലെ കൃഷിക്ക് വേണ്ടി പോയി, വ്യാപാരം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി വെരി ഓക്വേർഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ രാജാവിന് ഭയങ്കരമായ കോപമുണ്ടായി. സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളയും. എന്താണ് ഈ കൊലപാതകം എന്ന് പറയാനുള്ള കാരണം? എന്താണ് ഇത്ര വലിയ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം? രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ചെന്നാണ്. ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് രാജാവിൻ്റെ വിരുന്നിന് വരാഞ്ഞത്? രാജാവിൻ്റെ വിരുന്നിന് വരാഞ്ഞത് അവർ രാജാവുമായി നിരപ്പിലല്ലായിരുന്നത് കൊണ്ടാണ്. അവർ രാജാവിൻ്റെ ശിക്ഷ ഭയന്നിട്ട് തന്നെയാണ്. രാജാവ് റിക്കൺസിലിയേഷന് വേണ്ടി വിളിച്ചതാണ്, ആഹാരത്തിന് വേണ്ടി. പക്ഷേ അവർക്ക് ഉള്ളിലുള്ള ശത്രുത്വം കാരണം അവരൊരു എക്സ്ക്യൂസ് പറഞ്ഞ് മുങ്ങുകയാണ്. ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ ചെല്ലാതെ എക്സ്ക്യൂസ് പറഞ്ഞ് മുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉള്ളിൽ ദൈവത്തോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മുടെ നിസ്സാരമായ ഉപജീവന ചിന്തകൾ ദൈവത്തിൻ്റെ വിളിയേക്കാളും വലുതായിട്ട് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ ബഹുമാനിക്കാത്തതുകൊണ്ടും അർഹമായ ബഹുമാനത്തോടെ ദൈവത്തെ നോക്കാത്തത് കൊണ്ടുമാണ്. അപ്പോൾ രാജാവ് നോക്കിക്കഴിയുമ്പോൾ ഇവരെ കൊലപാതകന്മാരെന്ന് വിളിച്ചിരിക്കുന്നതിൻ്റെ കാരണം അവർ ശരിക്കും ശിക്ഷ അർഹിക്കുന്ന കൊലപാതകന്മാരായിരുന്നു. അവർ മുടിച്ചു കളയപ്പെടേണ്ട ഒരു വർഗ്ഗമായിരുന്നു. ആ മുടിച്ചു കളയപ്പെടേണ്ട വർഗ്ഗത്തോടാണ് രാജാവ് പറഞ്ഞത്, വാ എൻ്റെ കൂടെ ഫുഡ് കഴിക്കുക, ഞാനെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതൊരു ഭയങ്കര കരുണയായിരുന്നു. എന്നാൽ അവർക്ക് കരുണ മനസ്സിലായില്ല. കരുണയെ റിജക്റ്റ് ചെയ്തിട്ട് അവർ ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് മുങ്ങുക. ഇന്ന് നമ്മൾ ഓരോ ചെറിയ എക്സ്ക്യൂസുകൾ പറയുമ്പോഴും അത് ചർച്ചിൽ ഒരു പർട്ടിക്കുലർ മീറ്റിങ്ങിന് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ വിളിക്ക് നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞ് മാറ്റുമ്പം കല്യാണം നടക്കട്ടെ, പിള്ളേരുടെ കല്യാണം നടന്നിട്ട് വരാം, ഇങ്ങനെയൊക്കെയുള്ള ചില എക്സ്ക്യൂസുകളുണ്ടല്ലോ. സ്നാനപ്പെടാൻ പറയുമ്പം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ അനുസരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പം, രക്ഷയുടെ സുവിശേഷം കേൾക്കുമ്പോൾ പേടിച്ച് ഭയപ്പെട്ട്, കാരണം പാപികളാണ്, ശിക്ഷാവിധിക്ക് യോഗ്യരാണ്, നാളെ ഒരു അവസരം കിട്ടുമെന്ന് അറിയത്തില്ല, ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്ന. അപ്പോൾ ദൈവത്തെ റിജക്റ്റ് ചെയ്യുന്ന, ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യുന്ന വലിയൊരു തലങ്ങളിൽ ഉള്ള റിജക്ഷനെക്കുറിച്ചാണ് ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിജക്ഷൻ്റെ അവസാനം കർത്താവ് എന്ത് ചെയ്തു? വഴിയിലുള്ളവരെ എല്ലാം പിടിച്ചു കൂട്ടാൻ പറഞ്ഞു. എല്ലാവരെയും, ദുഷ്ടന്മാരെ നല്ലവരെ എല്ലാം പിടിച്ചുകൊണ്ട് വന്നു. കല്യാണശാല നിറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദുഷ്ടന്മാരും നല്ലവന്മാരും എല്ലാം അടങ്ങിയ ഒരു സഖ്യമാണ്. ഇതൊരിക്കലും സ്വർഗവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തരുത്. ഉപമ മനസ്സിലാക്കിയ ശേഷമേ അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാവൂ. ഇതിനിടയിൽ ഇത് സ്വർഗത്തിൽ ഇങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. അവിടെയാണ് നമുക്ക് പലപ്പോഴും മിസ്റ്റേക്ക് വരുന്നത്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ കഥ മനസ്സിലാക്കിയ ശേഷം വേണം അതിൻ്റെ ആത്മീക അർത്ഥം മനസ്സിലാക്കാൻ. ഇവിടെ നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നല്ലവരും ചീത്തയായിട്ടുള്ള എല്ലാ ആൾക്കാരെയും അകത്ത് വിളിച്ചു. പെരുവഴികളിൽ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ദൈവരാജ്യമായിട്ട് അതിനെ സങ്കല്പിക്കരുത്. കാരണം എല്ലാവരും ഉണ്ട്, നല്ലവരും ദുഷ്ടന്മാരും എല്ലാം ഉണ്ട്. നല്ല അതായത് നല്ല മീനിനെയും ചീത്ത മീനിനെയും പിടിക്കുന്ന എല്ലാത്തരം ജീവജാലങ്ങളെയും പിടിക്കുന്ന ഒരു വല പോലെയാണ് ദൈവരാജ്യം. സഭയിൽ അങ്ങനെ എല്ലാത്തരം ആൾക്കാരും വരുന്നുണ്ട് താനും. വിരുന്നുകാരെ നോക്കാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്ന് എന്താണെന്ന് ചോദിച്ചു. എന്നാൽ അവൻ ഉത്തരം മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അകത്ത് കയറി, അപ്പോൾ എല്ലാവരും വിളിച്ച് കൂട്ടുന്ന വഴിക്ക് ആരും വന്നു? ഈ സ്വയം നീതീകരിക്കുന്ന ആൾക്കാർ. നല്ലവരും ചീത്ത ആൾക്കാരും ഉണ്ട്, പക്ഷേ സ്വയം നീതീകരിക്കുന്നവരും ഉണ്ട്. ഈ സ്വയം നീതീകരിക്കുന്ന ആൾക്കാർ ഒരിക്കലും കുഞ്ഞാടിൻ്റെ നീതിയുടെ വസ്ത്രം സ്വീകരിക്കുന്നില്ല. അവർക്കത് വേണ്ട. അവർക്ക് അവരുടെ വസ്ത്രം മതി എന്നവർ തീരുമാനിക്കുന്നു. അതായത് ദേ ആർ റൈച്ചസ് ബൈ
themselves. അപ്പോൾ അവർക്ക് ഈ കുഞ്ഞാടിൻ്റെ വസ്ത്രം വേണ്ട. കല്യാണ വസ്ത്രം ഈ വഴിയിരിക്കുന്നവർക്കെല്ലാം രാജാവ് കൊടുത്തു കാണുമല്ലോ. പക്ഷേ ഇവൻ അതിൻ്റെ ആവശ്യമില്ല. ഇവൻ ചിന്തിക്കുന്നത് മൈ റൈച്ചസ്നെസ് ഈസ് ഇനഫ്. കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രം ഇല്ലാതെ തന്നെ ഐ ആം എലിജിബിൾ എന്ന് ചിന്തിക്കുകയാണ്. രാജാവ് നോക്കുമ്പോൾ എല്ലാവരും കൊലപാതകന്മാരാണ്, എല്ലാവരും നശിച്ചു പോകേണ്ടവരാണ്. പക്ഷേ വിരുന്നിൽ കർത്താവ് അവരോട് കരുണ കാണിക്കുകയാണ്. ആ കരുണ കാണിച്ച് വിളിച്ചു വരുത്തുമ്പോൾ ഒരുത്തൻ അവിടെ ഇരുന്ന് പറയുന്നത്, ഞാൻ പാപിയൊന്നുമല്ല, ഞാൻ നീതി പ്രവർത്തിച്ചവനാണ്, എനിക്ക് ഈ കുഞ്ഞാടിൻ്റെ കല്യാണവസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഐ ഹാവ് മൈ ഓൺ റൈച്ചസ്നെസ് എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. ഇത് സത്യം പറഞ്ഞ ഒരുത്തനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് എവിടെ നോക്കിയാലും അങ്ങനെയുള്ളവരാണ്. ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ ഓൺ റൈച്ചസ്നെസ്. അവർ പറയുന്നത് ദൈവത്തിൻ്റെ നീതിയൊന്നും നമുക്ക് പറ്റുന്നതല്ല, പ്രായോഗികമല്ല, അതുകൊണ്ട് നമുക്ക് പറ്റുന്ന നീതി ചെയ്ത് നമുക്ക് ദൈവത്തിന് മുമ്പിൽ ചെല്ലാം. ഇപ്പോൾ കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രം ഇല്ലാതെ എങ്ങനെ അവിടെ കിടക്കും? ഇതാണ് അതിൻ്റെ പൊരുൾ. അതായത് സ്വയം നീതിമാൻ എന്ന് വിചാരിക്കുന്ന ഒരാൾ കുഞ്ഞാടിൻ്റെ വസ്ത്രം സ്വീകരിക്കുന്നില്ല. നഗ്നനാണെന്ന് തോന്നുന്ന ഒരാൾക്ക് മാത്രം വേറൊരാൾ വസ്ത്രം ദാനം ചെയ്യുമ്പോൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അയാൾ ഓൾറെഡി നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ വേറൊരു വസ്ത്രം തന്നു കഴിഞ്ഞാൽ ഇയാൾ നല്ല ഇഷ്ടത്തിന് വാങ്ങിച്ചായിരിക്കും, വേറൊരു വസ്ത്രം ധരിച്ചാൽ അവർക്കത് വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടാവുകയില്ല. അപ്പോൾ അവൻ വേണമെങ്കിൽ ഭൃത്യന്മാരോട് പറഞ്ഞു കാണും, എനിക്ക് ഈ വസ്ത്രം മതി, എൻ്റെ ഈ വസ്ത്രം കണ്ട രാജാവിന് ഭയങ്കര സന്തോഷമാവും, ഇത്രയും നല്ലൊരു വസ്ത്രം ധരിച്ചൊരുത്തിനോട് ഉണ്ടല്ലോ എന്ന് രാജാവ് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഈ മനുഷ്യൻ അതിടാതെ വന്നത്. പക്ഷേ രാജാവ് അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവനകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവന്മാരാരെങ്കിലും കയറ്റി വിട്ടതായിരിക്കും. ഇത് നാട്ടിലെ കഥയാട്ടോ, ഇത് സ്വർഗത്തിലെ കഥ. സ്വർഗത്തിലെ സംഭവം എന്താണെന്നുള്ളതിനൊരു പാഠം ഈ ഉപമയിൽ നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിവിടെ നടക്കുന്ന ഒരു രാജാവ് ബാങ്കറ്റ് വിളിക്കുന്ന കഥയാണ്. ആ കഥ ഒരു ഉപമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു അർത്ഥം ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്, മെയിൻ എസൻസ് ഓഫ് ദറ്റ് മീനിങ്. അപ്പോൾ സ്നേഹിത, നീ കല്യാണവസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്തുകൊണ്ടാണ് ഈ നീതിയുടെ വസ്ത്രമില്ലാതെ? അതാണ് ബൈബിളിൽ പറയുന്ന വസ്ത്രം, വിശുദ്ധിയുടെ നീതിയുടെ വസ്ത്രം, ക്രിസ്തുവിൻ്റെ വസ്ത്രമാണ്. അതില്ലാതെ എങ്ങനെയാണ് അകത്ത് കയറിയത്? ഹൗ കുഡ് യു കം ഇൻസൈഡ് വിത്ത് ഇൻ യുവർ ഓൺ ഡ്രസ്? അതൊരു ഫിൽത്തി റാഗ് പോലെ, കറ പുരണ്ട തുണി പോലെയുള്ള ഈ സാധനം ഇട്ടുകൊണ്ട് നീ എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്? അപ്പോൾ അവന് ഉത്തരവില്ല. കാരണം ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരവില്ല. അല്ലെങ്കിലും നമ്മുടെ നീതി കൊണ്ട് ദൈവത്തിന് മറുപടി പറയാൻ സാധിക്കില്ല. കാരണം ബിഫോർ ഗോഡ് വി ആർ നത്തിങ്. ബിഫോർ ഗോഡ് വി വിൽ ബി ഡംപ്. കാരണം അവൻ നീതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരമില്ല. ഓക്കെ, അപ്പോൾ ഈ നീതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമില്ല എന്നുള്ളത് തന്നെ ഇവിടെ പറയുകയാണ്. രാജാവ് ശുശ്രൂഷക്കാരൻ ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളുകയും. അപ്പോൾ ഏറ്റവും ദൂരെയുള്ള, ഏറ്റവും റിമോട്ടായിട്ടുള്ള നരകം ആർക്കായിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും വെളിച്ചം കയറാത്തത് ഈ സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവർക്കായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്ലിയർ ആയിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. ഇഫ് യു ഫൈൻഡ് യുവർ സെൽഫ് ടു ബി റൈച്ചസ് ബൈ യുവർ ഓൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് യുവർ ഓൺ സെൽഫ്, പോക്കാണ് എന്നാണ്. ദൈവം ഒരിക്കലും ഒരു കരുണയും അവരോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വയം നീതിമാന്മാർ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാതെ സ്വന്തം നീതിയിൽ ആശ്രയിക്കുന്നവരോട് ദൈവം യാതൊരുവിധ കരുണയും കാണിക്കുന്നില്ല എന്ന് നമുക്കിവിടെ കാണാം. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലിയുടെ ഉണ്ടാകും. കാരണം ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് പാപിയാണ്, കൊലപാതകനാണ്, മരിക്കേണ്ടവനാണ്. പക്ഷെ ഇവൻ വന്നിരിക്കുന്ന രാജാവിൻ്റെ കരുണയുടെ ടേംസിലല്ല, അവൻ്റെ ഗമയിലാണ്, അവൻ്റെ നീതിയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയപ്പെടുന്നവനാണ് എന്ന് രാജാവ് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ ഫോർ എ മാൻ ഈസ് ദാറ്റ് ഹീ ഈസ് റൈച്ചസ്. ഹി ഫീൽസ് ഈസ് ഓക്കെ, ഹി ഫീൽസ് ഈസ് ഓൾ റൈറ്റ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാർ നോക്കുമ്പം നിങ്ങളാണ് ഭേദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭേദമെന്ന് തോന്നുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നത്, എന്നെ ഇവരെല്ലാവരും ഉപദ്രവിക്കുവാണ്, എനിക്ക് ആരുമില്ല, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സെൽഫ് റൈച്ചസ്നെസ്സിൻ്റെ ഭാഗമാണ്. ഞാനിതൊന്നും അർഹിക്കുന്നില്ല, ഐ ആം ബെറ്റർ ദാൻ ദിസ്. അവിടെ എല്ലാം ഈ സ്വയനീതിയുണ്ട്. നമ്മൾ ദൈവത്തോട് എന്ന് പറയുന്നത്, ദൈവമേ ഞാൻ അയോഗ്യനാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത് നഗ്നനും ഹീനനും ദരിദ്രനുമായിട്ടാണ്. കുഞ്ഞാടെ നിൻ്റെ വസ്ത്രം തന്നില്ലെങ്കിൽ ഐ ആം നേക്കഡ്, ഐ ഹാവ് നത്തിങ് ടു ക്ലെയിം, ഐ ആം അഗ്ലി, ഐ ആം an outcast. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവൻ ഏറ്റവും പുറത്തുള്ള, എന്നിട്ട് പറയാണ് വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാണ്. ഗോസ്പൽ കോൾ ഈസ് ഗോൺ ടു സോ മെനി തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ബട്ട് ദോസ് ഹു ആർ എലക്ട് ആർ ഫ്യൂ. കുറച്ച് പേർ മാത്രമാണ് ആ നീതിയുടെ വസ്ത്രത്താൽ നീതിമാന്മാരായി മാറുന്നത്. കുറച്ച് പേര് മാത്രമാണ് ആ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നീതിമാനെന്ന് തീരുമാനിക്കുന്നതും നീതി ഉണ്ട് എന്ന് വിചാരിക്കുന്നതും അതിൻ്റെ റീസൺ ഇതാണ്. അതിൻ്റെ റീസൺ നമ്മളെ തന്നെ നോക്കുമ്പോൾ
മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്നോ നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഉണ്ടാക്കിയ ഒരു നീതിയുടെ ഫോർമുലേഷൻ വെച്ച് ഞാൻ നീതിമാൻ എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളെല്ലാം ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ ശ്രമിക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനൊരു പാപവും ചെയ്യാതെയാണ് ജീവിക്കുന്നത്, ഞാൻ പെർഫെക്റ്റായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്, കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അത് ആ ആളുടെ വസ്ത്രമാണ്, നീതി വസ്ത്രമാണ്. അത് ദൈവത്തിന് അസഹ്യമാണ്, അസഹനീയമാണ്. കാരണം കുഞ്ഞാടിൻ്റെ നീതി വസ്ത്രമില്ലാത്ത ഒരാളും ആ വിരുന്നിനിരിക്കുകയില്ല, ആ വിരുന്നിനിരിക്കാൻ സാധിക്കില്ല. കുഞ്ഞാടിൻ്റെ നീതി വസ്ത്രമില്ലാത്ത ആരും ആ കർത്താവിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്ന ആഹാരം കഴിക്കാൻ, വിരുന്നിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നേരെ ദൈവം അയക്കുന്ന ഓരോ വിളിയും ഇമ്പോർട്ടൻ്റാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഓരോ വാക്കും കല്ലേ പിളർക്കുന്ന രാജകൽപ്പനകളാണ്. പല സമയത്തും നമ്മളതിനെ വളരെ കാഷ്വലായിട്ട് എടുക്കുന്നുണ്ട്, പല സമയത്തും നമ്മളതിനെ വിട്ടുകളയുന്നുണ്ട്, നിസ്സാരമായി കാണുന്നുണ്ട്. അവിടെ എല്ലാം നമ്മുടെ ദുഷ്ടതയാണ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. ബിക്കോസ് ദൈവത്തെ സംബന്ധിച്ച് വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇറ്റ്സ് ഓൾവേസ് ഇൻസ്റ്റൻറ്റേനിയസ് ബിക്കോസ് ഈസ് കിങ്. എ കിങ് ഈസ് സോ പവർഫുൾ ആൻഡ് അതോറിറ്റേറ്റീവ്. അവൻ്റെ മുമ്പിൽ നമുക്ക് യാതൊരു അവകാശങ്ങളുമില്ല. പക്ഷെ അവനോട് കരുണ കാണിച്ച് അവൻ്റെ വിരുന്നിന് നമ്മൾ വിളിക്കുമ്പം ഞാൻ ചെല്ലേണ്ടത് എങ്ങനെയാണ്? അയോഗ്യനും പാപിയുമായ എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ അവൻ നീതിവസ്ത്രം നമ്മളെ പുതപ്പിക്കും. ആ നീതിവസ്ത്രവുമായിട്ട് നമ്മുടെ അകത്ത് ചെല്ലുമ്പോൾ അവൻ്റെ കൂടെ വിരുന്ന്, സ്നേഹിത എന്ന് വിളിച്ച് കർത്താവ് എന്നോട് സംസാരിക്കുന്ന വലിയ വിരുന്നുശാലയിലേക്ക് ഞാൻ പ്രവേശിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഈ ഏറ്റവും പുറത്തൊരു ഇരുട്ടിലേക്ക് സ്വന്തം നീതിയിൽ ആശ്രയിച്ച് പോകുന്നവരായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി, ആ വലിയ വിരുന്നിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനായി ഞങ്ങളെനിക്ക് സ്തോത്രം ചെയ്തു. ഞങ്ങളങ്ങയുടെ മുമ്പിൽ യാചിക്കുന്നു കർത്താവേ, അങ്ങയുടെ നീതി വസ്ത്രം ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ നീതി വസ്ത്രം ഞങ്ങൾക്ക് നൽകണം. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.